ഈ വൈകിയ വേളയിൽ മലയാറ്റൂർ ജംഗ്ഷനിലായിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും, സഹോദരങ്ങൾക്കും, സ്നേഹിതർക്കും, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാർക്കും, ഞങ്ങളെ അകലെയും അടുത്തുമായി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായി അറിയിക്കുന്നു. ഞങ്ങൾ ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്നത് AG വെസ്റ്റ് കല്ലട സഭയുടെ ആഭിമുഖ്യത്തിലാണ്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പലതരത്തിലുള്ള സ്നേഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നവരാണല്ലേ. അതായത് ഉദാഹരണമായി പറയുകയാണെങ്കിൽ മാതാപിതാക്കൾ തമ്മിലുള്ള സ്നേഹം, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളുമുണ്ടല്ലേ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, അതെല്ലാം നിലനിൽക്കുന്ന സ്നേഹമാണോ? അല്ല. എന്നാൽ എല്ലാം താൽക്കാലിക സ്നേഹങ്ങളാണ്. എന്നാൽ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂശി യാഗമായ യേശുക്രിസ്തുവിന്റെ നിത്യമായ സ്നേഹത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ്. തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചു. ആ യേശുക്രിസ്തുവിന്റെ നിത്യമായ ക്രൂശിലെ സ്നേഹത്തിന്റെ സത്യവചനം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അല്പസമയം നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിക്കുവാൻ വേണ്ടി സിസ്റ്റർ സൂസമ്മ രാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധ ശ്രീ നല്ല ദൈവമേ, ഹല്ലേലൂയ. വൈകിയ വേളയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. എന്നപോലെ സന്ധ്യ ഹല്ലേലൂയ വൈകിയ സമയത്ത് ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ ദേശത്തോട് ഹല്ലേലൂയ സുവിശേഷം അറിയിക്കുവാൻ തക്കണം ദൈവം ഞങ്ങളെ ഹല്ലേലൂയ ഒരുക്കുന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ. ഇത് കേൾക്കുന്നത് ഹല്ലേലൂയ രോഗികളായവർക്ക് വിടുതലായി തീരുവാൻ, ഹല്ലേലൂയ സമാധാനവും സ്വസ്ഥയില്ലാത്തവർക്ക് സമാധാനവും സ്വസ്ഥയുമായി തീരുവാൻ, ഹല്ലേലൂയ കർത്താവേ. ഹല്ലേലൂയ ദൈവ ഹല്ലേലൂയ ഭാഗത്തേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വിടുതൽ അനുഭവിപ്പാൻ തക്കണം ഹല്ലേലൂയ കർത്താവേ. ഈ വചനം ഹല്ലേലൂയ അത്ഭുതകരമായി ഹല്ലേലൂയ പ്രവർത്തിക്കേണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഞങ്ങളെ ദൂരത്തും ചാരത്തും ഹല്ലേലൂയ അകലെയുമായി ഒക്കെ ശ്രദ്ധിക്കുന്ന സകല വ്യക്തികളെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ കേൾക്കുമ്പോൾ അവർക്ക് വിടുതലായി ആശ്വാസമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ ചെയ്തെടുക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ മധ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ട അനേക ജീവിതങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ജീവിക്കുന്ന യേശുവിനെ കണ്ടുമുട്ടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം വേഗം സഹായിക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ പറയുന്ന വചനം ഹല്ലേലൂയ കർത്താവേ. വിളമുള്ള കർത്താവ് ഹല്ലേലൂയ 30, 60, 100 മേനിയായി വിളവ് ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കടന്നു വന്ന ഹല്ലേലൂയ ഞങ്ങളുടെ ഹല്ലേലൂയ എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഹല്ലേലൂയ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവകൃപയിൽ ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ ഹല്ലേലൂയ വചനം ഹല്ലേലൂയ ദൈവശക്തിയോട് ഹല്ലേലൂയ വിളമ്പുവാൻ ദൈവം ഹല്ലേലൂയ കൃപ നൽകുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. പരിശുദ്ധ ഹല്ലേലൂയ എല്ലാം ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിൽ മറയ്ക്കുമാറാകേണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെല്ലാം കേട്ടതിനായി സ്തോത്രം. യേശു അപ്പച്ചൻ കരങ്ങളിൽ തന്നെ പ്രാർത്ഥിച്ച് സഹായിച്ച പ്രിയ അമ്മാമ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നമുക്ക് കുറച്ച് ഗാനങ്ങൾ ശ്രവിക്കാം. ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു, കുരുടർ മൂഢന്മാർ ചെകിടരെയും യേശു സൗഖ്യമാക്കി. ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു, കുരുടർ മൂഢന്മാർ ചെകിടരെയും യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ രാജാ
അടുത്തതായി ഞങ്ങളുടെ സഭയുടെ ബഹുമാനനായ പാസ്റ്റർ ദിനേശ് പത്തനാപുരം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ ക്രൂശിലെ ആ നിത്യസ്നേഹത്തെക്കുറിച്ച് സന്ദേശത്തെക്കുറിച്ച് പറയുവാനായി പ്രിയ പാസ്റ്ററിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Praise the Lord. ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിക്കുന്ന മലയാറ്റൂർ മുക്കിലുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ദൈവപുത്രനും ലോകരക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. അതിപ്രധാനമായ ചില ആത്മീക സത്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. ഇവിടെ അടുത്ത് കൃഷിഭവൻ അടുത്തുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിലെ പാസ്റ്ററാണ് ഞാൻ. അവിടുത്തെ വിശ്വാസികളാണ് ഈ പ്രിയപ്പെട്ടവർ. ഞങ്ങൾ ഒരുമിച്ച് ഈ വളരെ പ്രധാനപ്പെട്ട ഈ ദിവസം ഇവിടെ വന്നതിന്റെ പിന്നിലെ രഹസ്യം യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന ദൈവികമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടിയാണ്. ഇന്ന് ജനുവരി മാസം 26-ാം തീയതി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം 76-ാമത്തെ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 1950 ജനുവരി മാസം 26-ാം തീയതിയാണ് ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായി ഭരണഘടന നിലവിൽ വന്നത്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ബ്രിട്ടീഷ് വൈദേശിക ശക്തിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഈ സ്വാതന്ത്ര്യം വെറുതെ ഉണ്ടായതല്ല. നമുക്കെല്ലാവർക്കും അറിയാം, ഈ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തന്നതിന് പിന്നിൽ അനേക മഹാന്മാരുടെ കഠിനാധ്വാനത്തിന്റെ ജീവത്യാഗത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടായത്. നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധിയും നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അധ്വാനിച്ച പ്രഗത്ഭന്മാരായ അനേകം മഹാരഥന്മാരുടെ ജീവത്യാഗത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇന്ന് ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഇന്ത്യക്ക് ഒരു ഭരണഘടന ആവശ്യമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത വളരെ അഭിമാനകരമായ ഒരു ഭരണഘടന നിലവിൽ വന്നു. ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തോടൊപ്പം ഈ ഭരണഘടന നമുക്ക് നൽകാനായി പ്രയത്നിച്ച മഹാന്മാരായ നേതാക്കന്മാരെ നമ്മളിപ്പോൾ ഇവിടെ നന്ദിയോടെ സ്മരിക്കുന്നു. രാജ്യം ഇന്ന് ഈ ഭരണഘടനയുടെ 76-ാം വർഷം ആഘോഷിക്കുകയാണ്. ആ ആഘോഷത്തിൽ പങ്കുചേരുന്നവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ നിങ്ങളെപ്പോലെ ഞങ്ങളും അഭിമാനിക്കുന്നു. നമ്മുടെ രാജ്യം ഏറ്റവും പുരോഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് വളരെ സന്തോഷമാണ്. ഞാൻ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് അനന്തരമാണ് ഭരണഘടന രൂപീകൃതമായത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ഒരുപാട് മഹാന്മാർ അധ്വാനിച്ചതിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇന്ന് ഈ മലയാറ്റൂർ മുക്കിൽ ഞങ്ങൾ വന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയാനാണ്. അത് ആത്മികമായ സ്വാതന്ത്ര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ ഇപ്പോൾ ഒരുപാട് അടിമത്തത്തിന്റെ കീഴിലാണ്. നമ്മുടെ രാജ്യം ഭരിച്ച ബ്രിട്ടീഷുകാരെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അവരെ നമ്മൾ 1947 ഇവിടെ നിന്ന്
അല്ലെ, സ്വാതന്ത്ര്യ സമരം നടത്തി പറഞ്ഞു വിട്ടതാ. പക്ഷേ അതുകൊണ്ട് മനുഷ്യൻ ഇന്ന് പൂർണ്ണമായി സ്വതന്ത്രനായോ? അടിസ്ഥാനപരമായി മനുഷ്യൻ എന്താണ് പ്രശ്നം? അതിനെക്കുറിച്ച് പറയാനാ ഞങ്ങളിവിടെ വന്നത്. മനുഷ്യൻ പാപത്തിന്റെ അടിമയാണെന്ന് ബൈബിൾ പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ ബൈബിളിലെ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകുവാൻ നമ്മുടെ രാജ്യത്തിലെ ഒരു സംവിധാനത്തിനും കഴിയില്ല. നമ്മുടെ രാജ്യത്തിലെന്നല്ല, മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു മാർഗത്തിനും മനുഷ്യന്റെ പാപത്തിൽ നിന്ന് പരിഹാരം തരാൻ മനുഷ്യന് പറ്റില്ല. എന്താ ഈ പാപം? ദൈവത്തോടുള്ള മനുഷ്യന്റെ അനുസരണക്കേടാണ്. ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിന് മനുഷ്യന്റെ വിമുഖതയാണ് പാപം. അതിന് മനുഷ്യന് കഴിവില്ലാത്തതാണ് പാപം. അല്ലെങ്കിൽ ദൈവം എന്താണോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിന് നേരെ വിപരീതമായത് നമ്മൾ ചെയ്യുന്നു, അതാണ് പാപം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ ഭരണഘടന നമുക്ക് ഇവിടെ ഒരുപാട് സ്വാതന്ത്ര്യമൊക്കെ നൽകുന്നുണ്ട്, അല്ലെ? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, സഞ്ചരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്, സംസാര സ്വാതന്ത്ര്യമുണ്ട്. അവനവൻ വിശ്വസിക്കുന്ന ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട്. സ്വാതന്ത്ര്യങ്ങൾ അങ്ങനെ നമ്മുടെ ഭരണഘടന ഒരുപാട് നമുക്ക് വിഭാവന ചെയ്യുന്നുണ്ട്. പക്ഷേ നിയമങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും നമുക്കറിയാം, നിയമങ്ങൾ പലതരത്തിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിയമം അനുസരിക്കുവാൻ മടിയുള്ളവനാണ്. നമ്മുടെ നാട്ടിലെ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, 2 വീലർ ഓടിക്കുന്നവരുണ്ട്. അവരോടൊക്കെ നമ്മുടെ രാജ്യത്തെ നിയമമാണ് ഹെൽമെറ്റ് ഉപയോഗിച്ച് വേണം വാഹനം ഓടിക്കാൻ. നമുക്കറിയാം, നല്ലൊരു പങ്ക് ആളുകളും ഹെൽമെറ്റ് ഉപയോഗിക്കുന്നതിന് വിമുഖത ഉള്ളവരാണ്. വലിയ കാറും മറ്റു വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമാണ്. പക്ഷേ അതും മനുഷ്യനെ അനുസരിക്കാൻ മടിയാ. ഈ സീറ്റ് ബെൽറ്റ് ഇടാത്തവരെയും ഹെൽമെറ്റ് ധരിക്കാത്തവരെയും ഒക്കെ പണിഷ് ചെയ്യുവാൻ, ശിക്ഷിക്കുവാനായിട്ട് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, അല്ലെ? പിഴ ചുമത്തും. എത്ര പിഴ ചുമത്തിയാലും പിന്നെയും മനുഷ്യൻ അതേ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതുപോലെ പാപമെന്ന് പറയുന്ന ഒരു സംഗതി ദൈവത്തിന്റെ കൽപ്പനകളോടുള്ള നിരാകരണമാണ്. സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് സകല മനുഷ്യരും ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കണമെന്ന, ദൈവത്തെ സ്നേഹിക്കണമെന്ന, മനുഷ്യൻ പരസ്പരം സ്നേഹിക്കണമെന്ന. യേശുക്രിസ്തു പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒരേ അപ്പന്റെ മക്കളായി ഞാനും നിങ്ങളും ജീവിക്കണമെന്ന ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ മനുഷ്യൻ ഇന്ന് അങ്ങനെയാണോ എന്ന് മലയാറ്റൂർ മുക്കിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുക. അല്ലേ, നമ്മൾ എന്താ കാണുന്നത്? മനുഷ്യൻ ഇന്ന് മൃഗത്തെക്കാൾ അധപ്പതിച്ച ഒരു സ്ഥിതിയിലാണ്. എന്താ മനുഷ്യൻ ഇങ്ങനെ അധപ്പതിക്കുവാനുള്ള കാരണം? അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ പാപിയായി മാറി. ദൈവം മനുഷ്യനെ നല്ലവരായിട്ട് സൃഷ്ടിച്ചുവെന്ന ബൈബിൾ പറയുന്നത്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചുവെന്ന, ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഒക്കെ സൃഷ്ടിച്ചു, നല്ല ഗുണങ്ങളോടെ സൃഷ്ടിച്ചു, അല്ലെ? പക്ഷെ മനുഷ്യൻ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപം ചെയ്തപ്പോ അവനിൽ ദൈവ തേജസ് നഷ്ടപ്പെട്ട് മനുഷ്യൻ പാപിയായി, മൃഗതുല്യനായി, അല്ലേ? നമുക്കറിയാം, മൃഗത്തിന് തിരിച്ചറിവില്ല, അതെന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? നിങ്ങൾ എത്ര സ്നേഹിച്ച് ഒരു വിഷപ്പാമ്പിന് പാല് കൊടുത്താലും അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് ചെയ്യും? കടിക്കും എന്ന് പറഞ്ഞതുപോലെ മൃഗങ്ങൾക്ക് തിരിച്ചറിവില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതിനേക്കാൾ തിരിച്ചറിവില്ലാത്ത അധപ്പതിച്ചൊരവസ്ഥയിലാണ് ഇന്ന് മനുഷ്യൻ. മൃഗങ്ങൾക്ക് പോലും കുറച്ചൊക്കെ കാര്യവിവരം ഉണ്ടെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്നവരെ, മൃഗത്തെക്കാൾ അധപ്പതിച്ചല്ലേ മനുഷ്യന്റെ അവസ്ഥ, അല്ലെ? ഒരു മൃഗം പോലും സ്വന്തം ഇണയെ സാധാരണ കൊല്ലാറില്ല, ഇണ വിട്ട് ഇണ ചേരാറില്ല, അല്ലെ? ഒരു മൃഗം പോലും ഒരു മൃഗത്തിന്റെ വലിയ കൂട്ടത്തെ കൂട്ടക്കൊല ചെയ്ത് നശിപ്പിക്കാറില്ല,
അല്ലെ? അവയ്ക്ക് എന്തെങ്കിലും ആഹാരം വിശക്കുന്നുവെങ്കിൽ അടുത്തുള്ളതിനെ ഇരയാടി പിടിക്കും. വയറ് നിറഞ്ഞാൽ പിന്നെ മിണ്ടാതെ കിടക്കും. മനുഷ്യൻ അങ്ങനാണോ? മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി, അവന് ജയിക്കാൻ വേണ്ടി കൂട്ടക്കൊല ചെയ്യുന്നവനാ മനുഷ്യൻ, അല്ലെ? അവനപ്പോ ഭാര്യയെന്നില്ല, മക്കളെന്നില്ല, അല്ലെ? മാതാപിതാക്കളെന്ന് വ്യത്യാസമില്ല. എല്ലാവരെയും മനുഷ്യൻ നശിപ്പിക്കും, അല്ലെ? മനുഷ്യന്റെ അകത്ത് ഈ പാപ സ്വഭാവത്തിന്റെ വിത്ത് കയറി മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം തരാൻ ആർക്ക് പറ്റും? നമ്മുടെ നിയമങ്ങൾക്ക് പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ പറഞ്ഞു, മനുഷ്യന്റെ ഈ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗമുണ്ട്. മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗം എന്താണെന്നറിയാമോ? ആളുകൾക്ക് നല്ല എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുത്താൽ മനുഷ്യരൊക്കെ നന്നാകുമെന്ന് ചിന്തിച്ച ആളുകളുണ്ട്. ശരിയല്ലേ? നല്ല വിദ്യാഭ്യാസമൊക്കെ ആൾക്കാർക്ക് കിട്ടി. നിങ്ങൾ പത്രം എടുത്ത് വായിച്ചോ? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലേ? വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണോ പല ക്രൈമുകൾ ചെയ്യുന്നത്, പല കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്? എത്രയോ ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവരാ, അല്ലേ? നമ്മൾ കേൾക്കുന്ന വാർത്തകളിലൊക്കെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും നല്ല പഠിപ്പുള്ളവരുമൊക്കെയാ, അല്ലെ? എത്രയോ വലിയ ക്രൈമുകൾ ചെയ്യുക, കുറ്റകൃത്യങ്ങൾ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യന്റെ പാപപ്രകൃതിക്ക് മാറ്റം വരുത്താൻ പറ്റുകയില്ല. മനുഷ്യൻ പറഞ്ഞു, മനുഷ്യൻ നന്നാകണമെങ്കിൽ മനുഷ്യനെ എന്ത് ചെയ്യണം? മതങ്ങളില്ലാത്തതാണ് പ്രശ്നം. നല്ല മതങ്ങൾ ഉണ്ടായാൽ കാര്യങ്ങളൊക്കെ നന്നാകും. നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം, മനുഷ്യൻ മതങ്ങളെ ഉണ്ടാക്കി, ദൈവം ഉണ്ടാക്കിയതല്ല ഈ മതങ്ങളൊന്നും, കേട്ടോ. ഈ മതങ്ങളെല്ലാം മനുഷ്യന്റെ സൃഷ്ടിയാ. മനുഷ്യൻ ഒത്തിരി മതങ്ങൾ ഉണ്ടാക്കി. ഭാരതം എന്ന് പറയുന്നത് മതങ്ങളുടെ ഈറ്റില്ലമാ, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രബല മതമാ ഹിന്ദു മതം. ഇസ്ലാം മതം നമ്മുടെ ഇടയിലുണ്ട്, അല്ലെ? ക്രിസ്തു മതമുണ്ട്, ജൈനമതമുണ്ട്, പാർസികളുടെ മതമുണ്ട്, അല്ലെ? പേര് പറയാൻ പറ്റാത്ത ധാരാളം മതവിഭാഗങ്ങളുണ്ട്, ജാതികളുണ്ട്, ഉപജാതികളുണ്ട്. എന്റെ ചോദ്യം, ഈ മതങ്ങളൊക്കെ മനുഷ്യനെ അങ്ങ് നന്നാക്കിയിരുന്നെങ്കിൽ മനുഷ്യൻ എന്നേ നന്നായി പോയനല്ലേ? പക്ഷേ ചരിത്രം അങ്ങനല്ല, സത്യം അങ്ങനല്ല. ഈ മതങ്ങളൊക്കെ കൂടുന്തോറും മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലുന്ന മനുഷ്യരെയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മതമാണ് വലുത്, എന്റെ ജാതിയാണ് വലുതെന്ന് പറഞ്ഞ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലി തലകീറിച്ചാകുന്ന മനുഷ്യരെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, മതങ്ങൾ കൊണ്ടും ജാതി കൊണ്ടൊന്നും മനുഷ്യൻ നന്നാകത്തില്ല. ആളുകൾ പറഞ്ഞു, മനുഷ്യനെ എങ്ങനെ നന്നാക്കാൻ പറ്റും? ചില ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കേട്ടോ. അതെന്താണെന്നറിയാമോ? മനുഷ്യനെ നല്ല നിറത്തിലുള്ള സംസ്കാരമില്ലാത്തത് കൊണ്ടാ മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നത്. നല്ല സംസ്കാര ബോധമുള്ളവരാക്കി മാറ്റണം. നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് മനുഷ്യൻ സംസ്കാര സമ്പന്നനായി മാറി, അല്ലെ? നമ്മുടെ നാട്ടിൽ സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് ഈ കൊച്ചു കേരളം, അല്ലെ? ഇവിടുത്തെ സാംസ്കാരിക നായകന്മാർ, ഇവിടെ നടക്കുന്ന, അല്ലെ, പല സാമൂഹ്യ വിപ്ലവങ്ങൾ, ഇതെല്ലാം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യൻ എത്ര സംസ്കാര സമ്പന്നനായി മാറി. കഥകളും സാഹിത്യങ്ങളും ഒക്കെ എത്രയാ, ചരിത്രകാരന്മാർ എത്രയാ, കഥാകാരന്മാർ എത്രയാ. ഇവരുടെ ഈ കഥയും സാഹിത്യങ്ങളും ഒക്കെ എത്ര മനോഹരമാ. പക്ഷേ എന്റെ ചോദ്യം, സംസ്കാര സമ്പന്നനെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ ഈ കഥയുടെയും സാഹിത്യത്തിന്റെയും ഒക്കെ പുറകെ പോയെങ്കിലും ഇതുകൊണ്ടൊന്നും മനുഷ്യൻ നന്നായിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന സത്യം. ചില ആളുകൾ പറഞ്ഞു, മനുഷ്യൻ നന്നാകാത്തത് നല്ല ശിക്ഷ കിട്ടാത്തത് കൊണ്ടാ, അല്ലേ? ആളുകൾ പറയുന്നുണ്ട്, ഈ മനുഷ്യനൊക്കെ നന്നാകും, ആളുകൾക്ക് നല്ല ശിക്ഷ കൊടുക്കണം, തെറ്റ് ചെയ്താൽ അന്നേരം തന്നെ എന്ത് ചെയ്യണം? ശരിക്ക് മനുഷ്യനെ ശിക്ഷിക്കണം. നല്ല ശിക്ഷ കിട്ടാത്തത് കൊണ്ടാ. നമ്മളും ശരിയാ, നമുക്കും ചിലപ്പോ തോന്നാറുണ്ട്, അല്ലേ? ഗോവിന്ദച്ചാമിപ്പാരൊക്കെ ഇപ്പോഴും ജയിലിൽ സുഖിച്ചു കഴിയുമ്പോൾ ആളുകൾ പറയാ, ഇതുപോലുള്ളവനെ പിടിച്ച് അന്നേരമേ തന്നെ തൂക്കിക്കൊന്നിരുന്നെങ്കിൽ നാട് നന്നായേനെ, കാര്യങ്ങൾ തെറ്റ് ചെയ്യുന്നവനെയൊക്കെ അപ്പോൾ ശിക്ഷിച്ചിരുന്നെങ്കിൽ നാട് നന്നായേനെന്ന് നമ്മളും പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്ര ശിക്ഷിച്ചാലും ആമീൻ, അങ്ങനൊന്നും ആളുകൾ നന്നാവത്തില്ല. നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ, അതായത് ഗൾഫ് രാജ്യങ്ങൾ, അവിടുത്തെ നിയമം നമുക്കറിയാം. അവിടെ നിയമങ്ങൾ നമ്മുടെ നാടിനേക്കാൾ കർക്കശമാണ്, അല്ലെ? തെറ്റ് ചെയ്താൽ അതിന് അന്നേരം ശിക്ഷയുണ്ട്. ഈ വചനം കേൾക്കുന്ന എന്റെ, അല്ലെ, അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ അറിയാം, നിയമം വളരെ കർശനമാണ്. തെറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ കഠിനമായ ശിക്ഷയാ, അല്ലെ? പരസ്യമായിട്ടാ ശിക്ഷിക്കുന്നത്. അത് ചെയ്യുന്ന തെറ്റിനനുസരിച്ച് പരസ്യമായി അപ്പോൾ തന്നെ എന്ത് ചെയ്യും? ശിക്ഷ കിട്ടും. കൈകൊണ്ട് തെറ്റ് ചെയ്താൽ ചിലപ്പോൾ കൈവെട്ടിക്കളയും. അങ്ങനെയൊക്കെ അല്ലേ? എന്താ ശിക്ഷണങ്ങൾ? എന്റെ ചോദ്യം, അവിടൊക്കെ ജീവിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ ഒരു കാര്യം അവർ പറയും, എന്റെ പൊന്നു പാസ്റ്ററെ, ഈ ശിക്ഷ കൊണ്ടൊന്നും അവിടെ ആളുകൾ നന്നായിട്ടില്ല, തെറ്റുകൾ ഇപ്പോഴും ആളുകൾ ചെയ്യുന്നുണ്ട്.
എന്താ ഈ പറഞ്ഞത്? ശിക്ഷ കൊണ്ട് ആളുകൾ നന്നാവത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജയിലിനകത്തോട്ടൊക്കെ കൊണ്ട് പിടിച്ചിട്ട് ആളുകളെ അവിടെ കൊണ്ട് ശിക്ഷിച്ച് പുറത്തിറങ്ങുമ്പോൾ അവൻ നന്നാകണമായിരുന്നു. പക്ഷെ നമുക്കറിയാം, ജയിലിനകത്ത് ഏതെങ്കിലും ചെറിയ കുറ്റവുമായിട്ട് അകത്ത് പോകുന്നവൻ അവിടുന്ന് തിരിച്ചിറങ്ങിയിട്ട് വന്നിട്ട് അവൻ ചെറിയ കുറ്റമല്ല, അതിനേക്കാൾ വലിയ കുറ്റം ചെയ്യും. ശരിയാണോ? അതിന്റെ അർത്ഥം എന്താ? ജയിലിലെ ശിക്ഷയൊന്നും മനുഷ്യനെ നന്നാക്കിയില്ല. വചനം കേൾക്കുന്ന മലയാറ്റുമുക്കിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മതത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ പറ്റത്തില്ല. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ രക്ഷപ്പെടത്തില്ല. സംസ്കാരം കൊടുത്താൽ മനുഷ്യൻ രക്ഷപ്പെടത്തില്ല. നല്ല ശിക്ഷ കൊടുത്താൽ മനുഷ്യൻ രക്ഷപ്പെടില്ല. പാസ്റ്ററെ, ഉപദേശി, പിന്നെ എങ്ങനാ ഈ മനുഷ്യൻ രക്ഷപ്പെടുന്നത്? അത് പറയാനാ ഞങ്ങൾ ഇവിടെ വന്നത്. മനുഷ്യന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗമുണ്ട്. ആ മാർഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, ആളുകൾ പറഞ്ഞു അവൻ മനുഷ്യൻ രക്ഷപ്പെടണമെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ മാർഗം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. മനുഷ്യൻ കണ്ടുപിടിച്ച മാർഗങ്ങളൊന്നും മനുഷ്യനെ രക്ഷിക്കാതിരുന്നപ്പോൾ, മനുഷ്യന് മാറ്റം വരുത്താതിരുന്നപ്പോൾ, ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരാശിയുടെ മുഴുവൻ പാപത്തിന്റെയും പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകളെ വിട്ട് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനാ വന്നത്? ആരാണ് യേശുക്രിസ്തു? ആ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കുന്ന ആളുകൾ, മലയാറ്റൂർമുക്കിലെ ആളുകൾ ചോദിക്കുക, നിങ്ങൾ ക്രിസ്ത്യാനിയുടെ ദൈവത്തെക്കുറിച്ച് പറയാൻ വന്നതല്ലേ? ഞങ്ങൾക്ക് ആ ദൈവത്തെ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല യേശുക്രിസ്തു, ഹിന്ദുവിന്റെ ദൈവമല്ല യേശുക്രിസ്തു, ഇസ്ലാമിന്റെ ദൈവമല്ല യേശുക്രിസ്തു. യേശുക്രിസ്തു സർവ്വ ലോകത്തിന്റെയും രക്ഷകനായ ക്രിസ്തുവാണ്. എന്തിനാ യേശു ഈ ഭൂമിയിലേക്ക് വന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. നാട്ടിൽ ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ 500 രൂപ പിഴയില്ലേ? അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത് ചെയ്യുന്ന പാപപ്രവൃത്തികൾക്ക്, തിന്മകൾക്ക് ശിക്ഷ ഉണ്ടാവണ്ടേ? ശിക്ഷ ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ ദൈവം നീതിമാനാകും? എന്റെ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഈ ഭൂമിയുടെയും പ്രപഞ്ചത്തിന്റെയും ഒക്കെ നാഥനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ ദൈവത്തിന്റെ വ്യവസ്ഥയാണ് തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ഇവിടെ ഏത് തെറ്റ് ചെയ്താലും ഇവിടുത്തെ ഒരു കോടതിക്കും ആളുകളെ ശിക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും കോടതിയെ കബളിപ്പിച്ച് മിടുക്കന്മാരായ വക്കീലന്മാരുള്ളത് കൊണ്ട് വാദിച്ച് ആളുകളൊക്കെ രക്ഷപ്പെട്ടാലും ഞാനൊരു കാര്യം പറയാം, ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റില്ല. ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ സകല രഹസ്യങ്ങളെയും യേശുക്രിസ്തുവിന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ അവൻ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ചെന്നെത്തുന്ന ഒരു ന്യായാസനമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട മലയാറ്റുമുക്കിലെ സഹോദരങ്ങളെ, മനുഷ്യന്റെ പാപത്തിന് ശിക്ഷ കിട്ടണ്ടേ? ശിക്ഷ കിട്ടണം. എന്ത് ശിക്ഷയാ മനുഷ്യന്? പാപത്തിന്റെ ശിക്ഷ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മുടെ നാട്ടിൽ കൊടുക്കുന്നത് പോലെ കുറച്ച് ജീവപര്യന്തം കൊടുത്താൽ, കൊലപാതകം ചെയ്തതിന് കുറെ നാൾ ജീവപര്യന്തം കൊടുത്താൽ ആ തെറ്റിന് പരിഹാരമാകുമോ? ഇല്ല. ഞാനൊരു കാര്യം പറയാ, ചെയ്ത തെറ്റിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ബൈബിൾ പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, പാപം ചെയ്ത് ദൈവത്തോട് അകന്നുപോയ മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന ശിക്ഷാവിധി മരണമെന്ന് പറയുന്ന ശിക്ഷാവിധിയാ. എന്താ മരണമെന്ന് ഞാൻ നിങ്ങളോട് പറയാ. പാപം ചെയ്തപ്പോൾ മനുഷ്യന് സംഭവിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മരണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ആത്മിക മരണമാണ്. എന്താ ആത്മിക മരണം? മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യന് നൽകിയ തേജസ് നഷ്ടമായി, മനുഷ്യന്റെ ആത്മാവ് മൃതമായി ദൈവത്തിങ്കൽ നകന്നുപോയി. ഉലകത്തിലെ സകല മനുഷ്യരും ആദമെന്ന് പറയുന്ന ഏകന്റെ പാപം നിമിത്തം സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി ദൈവത്തോട് അകന്നുപോയെന്ന് ബൈബിൾ പറയുന്നു. ഒരു വ്യത്യാസവുമില്ല, നാം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതിനകത്ത് അവ വിദ്യാസമ്പന്നൻ എന്ന വ്യത്യാസമില്ല, അവ പാവപ്പെട്ടവനെന്ന വ്യത്യാസമില്ല, ഏതെങ്കിലും മതത്തിന്റെ ആളെന്ന വ്യത്യാസമല്ല, മതമില്ലാത്തവൻ എന്ന വ്യത്യാസമില്ല, നിരീശ്വരവാദി എന്ന വ്യത്യാസമില്ല. ഒരു ചെറിയ പൈതലാകട്ടെ, വലിയ ആളുകളാകട്ടെ, സ്ത്രീയാകട്ടെ, പുരുഷനാകട്ടെ, ഏതൊരു മനുഷ്യനെ കുറിച്ചും വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് അവൻ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി.
എല്ലാ മനുഷ്യരും പാപികളാ. ആളുകൾ പറയും ഞങ്ങളെ പാപികളെന്ന് വിളിക്കരുത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പിന്നെ പാപി എന്നല്ലാതെ എന്താ വിളിക്കുക? ബൈബിൾ പറയുന്നു എല്ലാവരും പാപിയാ. എത്ര കാശുണ്ടെങ്കിലും എത്ര പൈസ ഇല്ലെങ്കിലും, അല്ലെ നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിലും, അല്ലെ നിങ്ങൾ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണെങ്കിലും, ബൈബിൾ പറയുന്നത് നാം എല്ലാവരും പാപം ചെയ്തു പോയി, നമ്മൾ പാപികളാ. എന്റെ ചോദ്യം, പാപം ചെയ്ത മനുഷ്യന് പാപത്തിൽ നിന്നുള്ള പരിഹാരം എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്ത് മനുഷ്യൻ പാപത്തിന്റെ പരിഹാരത്തിനോ അല്ലെങ്കിൽ മനുഷ്യനെ നന്നാക്കാനോ ഇവിടെ പല സംവിധാനങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ മതങ്ങൾ കണ്ടുപിടിച്ച ചില കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. എന്താണെന്നറിയോ മതങ്ങൾ കണ്ടുപിടിച്ചേക്കുന്നത്? ലോകത്തിലുള്ള എല്ലാ മതങ്ങളും പറയുന്ന ഒരു കാര്യമുണ്ട്, തെറ്റിന്റെയും പാപത്തിന്റെയും പരിഹാരത്തിന് വേണ്ടി പ്രായച്ചിത്തമായി ചില കാര്യങ്ങൾ ചെയ്യണം. എന്ത് പ്രായച്ചിത്തം ചെയ്യണമെന്നറിയാമോ? നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി, ദൈവം അങ്ങ് ക്ഷമിക്കും. അല്ലേ? എല്ലാ മതങ്ങളും പറയുന്നതാ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താൽ മതി. സകല മതങ്ങളും പറയുന്നതാ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നല്ല കാര്യങ്ങൾ, നേർച്ചകളാകട്ടെ, കാഴ്ചകളാകട്ടെ, ധൂപങ്ങളാകട്ടെ, അല്ലെ വഴിപാടുകളാകട്ടെ, എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ദൈവം എൻ്റെ പാപം അങ്ങ് ക്ഷമിക്കും. അങ്ങനെ മനുഷ്യൻ എന്ത് ചെയ്യുക? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സകല മതങ്ങളും പുണ്യപ്രവർത്തികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലെ? എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യടോ, ദൈവം നിന്റെ പാപം ക്ഷമിക്കട്ടെ. എല്ലാ മതങ്ങളും അതല്ലേ പറയുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യനിതാ സൽപ്രവർത്തികളാകുന്ന അല്ലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം, മനുഷ്യന്റെ ഒരു നല്ല പ്രവർത്തിക്കും, സൽപ്രവർത്തിക്കും ദൈവത്തിന്റെ മുമ്പാകെ മനുഷ്യനെ നീതീകരിക്കാൻ പറ്റുകയില്ല. അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പറ്റില്ല. നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിനായി നിങ്ങളൊരു നേർച്ചയിട്ടത് കൊണ്ട് നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടത്തില്ല. നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിനായി നിങ്ങളൊരു മെഴുകുതിരി കത്തിച്ചത് കൊണ്ട് പാപം പരിഹരിക്കപ്പെടത്തില്ല. നിങ്ങളുടെ പാപം പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ ധൂപം കത്തിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പാപത്തിന് പരിഹാരം വരില്ല സുഹൃത്തുക്കളെ. കാരണം മനുഷ്യന്റെ നീതിപ്രവൃത്തികളൊക്കെ ദൈവത്തിന് മുമ്പാകെ കറപുരണ്ട തുണി പോലെയാണെന്ന് ബൈബിൾ പറയുന്നത്. വല്ലതും പിടികിട്ടിയോ പ്രിയപ്പെട്ടവരെ? പാപികളായ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റുകയില്ല. നമ്മുടെ എന്തെങ്കിലും പുണ്യപ്രവൃത്തി കൊണ്ട് ദൈവപ്രസാദം ലഭിക്കുകയില്ല. എന്റെ ചോദ്യം, നിങ്ങൾ ചോദിക്കും, ഉപദേശി അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ലേ? ഞങ്ങൾ ചെയ്യുന്ന നേർച്ചകളും കാഴ്ചകളും ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ലേ? ഞങ്ങളുടെ നല്ല കാര്യം കൊണ്ടൊന്നും ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? അതേ പ്രിയപ്പെട്ടവരെ, കാരണം ദൈവം വിശുദ്ധനാണ്. ഉലകം സൃഷ്ടിച്ച സർവശക്തനായ ദൈവം വിശുദ്ധനാകിയാൽ അവനെ പ്രസാദിപ്പിക്കുവാൻ ഞാനും നിങ്ങൾ ചെയ്തു വെക്കുന്ന സൽപ്രവൃത്തികളൊക്കെ സമ്പൂർണ്ണ വിശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ 100% വിശുദ്ധിയോടെ അല്ലെ നീതിയോടെ ദൈവത്തിന് വല്ലതും കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ദൈവം സ്വീകരിക്കും. ഞാൻ ചോദിക്കുക, അങ്ങനെ ആർക്കെങ്കിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ? 100% നീതിയോടെ ജീവിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ? ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം 100% സത്യസന്ധതയോടെ ചെയ്യാൻ പറ്റുമെന്ന് നെഞ്ചത്ത് കൈവച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ കുറവ് നമ്മിലകത്ത് വരില്ലേ? അങ്ങനെയെങ്കിൽ ബൈബിൾ പറയുന്നത് നമ്മുടെ അപൂർണമായ പുണ്യപ്രവൃത്തികൾ, അപൂർണമായ നേർച്ച കാഴ്ചകൾ കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നു, കറപരണ്ട തുണി പോലെയാ. ഇത്തരം നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും പൂജകളും ദ്രവ്യങ്ങളും കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കത്തില്ല. കുറച്ച് കാശ് കൊണ്ടുപോയി കാണിക്കവഞ്ചിയിലിട്ടാൽ പ്രസാദിക്കുന്നവനല്ല സർവശക്തനായ ദൈവം. നിന്റെ പാപത്തിന് പരിഹാരം വരണമെങ്കിൽ ബൈബിൾ പറയുക, പാപത്തിന്റെ ശിക്ഷയായ മരണം താങ്കൾ വരിക്കണം. എന്റെ ചോദ്യം, സകല മനുഷ്യരും ഇങ്ങനെ പാപത്തിന്റെ ശിക്ഷയായി മരണത്തിലൂടെ പോകുക. ഞാൻ പറഞ്ഞല്ലോ, പാപത്തിന്റെ ശിക്ഷയായ മരണം ആത്മമരണമാണ്. മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടാൻ പറ്റാതെ ആത്മാവ് മരിച്ചു. രണ്ടാമത്തെ മരണമെന്ന് പറയുന്നത് ബൈബിളിന്റെ ഭാഷയിൽ ഇത് 1-ാം മരണമാണ് കേട്ടോ. 1-ാം മരണം നമ്മുടെ ശാരീരിക മരണമാണ്. ഈ ഭൂമിയിലെ സകല മനുഷ്യരും മരിക്കും. നമുക്കറിയാം, നാം എല്ലാവരും മരണം പ്രതീക്ഷിച്ച് തന്നെ ജീവിക്കുന്നവരാ. എപ്പോൾ മരിക്കുമെന്ന് മാത്രം നമുക്കാർക്കും അറിയില്ല. ഈ മരണത്തിന്റെ കാരണം മനുഷ്യന്റെ പാപമാണ്. പാപം ചെയ്ത മനുഷ്യന് ദൈവം ഇതാ മരണവിധി കൊടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പത്രമെടുത്ത് നോക്കിയാൽ മരണത്തിന്റെ വാർത്തകളാൽ പണ്ടത്തെക്കാൾ കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ ആളുകൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. മരണത്തെക്കുറിച്ച് ഒരു വസ്തുത കൂടെ പറയട്ടെ. ഈ മരണത്തെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, മരണം എപ്പോഴാണെന്നും മാത്രം നമുക്ക് അറിയത്തില്ല, പക്ഷെ വരുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ മരിക്കും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, മരണം കൊണ്ട് ഇവിടെ കാര്യങ്ങൾ തീരുമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇവിടെ ഈ സുവിശേഷ യോഗവുമായിട്ട് വരത്തില്ലായിരുന്നു. മരണം കൊണ്ട് ഇവിടെ കാര്യം തീരുന്നില്ല കേട്ടോ. മരണം കൊണ്ട് തീരാത്ത മറ്റൊരു കാര്യമുണ്ട്. മരണത്തിനപ്പുറത്ത് മനുഷ്യർക്കൊരു നിത്യതയുണ്ടെന്ന്
എന്ന് ബൈബിൾ പറയുന്നു. എന്താ നിത്യത? ആമേ, രണ്ട് തരത്തിലുള്ള നിത്യതയാണ് ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യന്റെ അകത്ത് സൃഷ്ടിച്ചിരിക്കുന്ന അമർത്യമായ ആത്മാവ്, നശിക്കാത്ത ആത്മാവിന് ഒരു നിത്യതയുണ്ട്. ആ നിത്യത, ഒന്നാമത്തെ നിത്യത അല്ലെ, ദൈവ സന്നിധിയിൽ പാപത്തിന് പരിഹാരം ഈ ഭൂമിയിൽ വെച്ചുണ്ടാക്കിയിട്ട്, അതെങ്ങനെ ഈ ഭൂമിയിൽ വെച്ചുണ്ടാകുമെന്ന് ഞാൻ ഇപ്പോൾ പറയാം. അങ്ങനെ ഒരു പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ഈ ഭൂമിയിൽ മരിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. യേശുക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യജീവിതം. എന്നാൽ പാപത്തിന് പരിഹാരം ഉണ്ടാക്കാതെ സ്വന്തം പ്രയത്നത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ച് നേർച്ചകളും ധൂപങ്ങളും കാഴ്ചകളുമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനൊക്കെ ആഗ്രഹിച്ച് പരിശ്രമിച്ചു, പക്ഷെ മരിച്ചു. പാപത്തിന് പരിഹാരം ഉണ്ടായില്ല. വചനം പറയുന്നു, നിത്യനാശമെന്ന നരകമെന്ന ശിക്ഷാവിധിയിൽ മനുഷ്യൻ എത്തിപ്പെടും. വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രതിസന്ധിക്കകത്ത് നിൽക്കുന്ന മനുഷ്യനെ ദൈവരാജ്യത്തിൽ കൊണ്ടുപോകുവാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ദൈവമൊരുക്കിയ പദ്ധതിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ആരാ? സാക്ഷാൽ ദൈവമാകട്ടോ, ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. ആമേൻ, സകല മാനവരാശിയുടെയും ദൈവം. എന്തിനാ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? പാപികളായ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിന്റെ ശിക്ഷയായ മരണം തന്റെ മേലേറ്റെടുക്കാൻ. വിശുദ്ധ ബൈബിൾ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപിയായ ഒരു മനുഷ്യന് ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടണമെങ്കിൽ അവന്റെ പാപത്തിന് പരിഹാരമായി പാപമില്ലാത്തൊരുവന്റെ രക്തം ചൊരിയണം. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാപിയായ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ചൊരിയാൻ ഈ ഭൂമിയിൽ പാപമില്ലാത്തൊരുവന്റെ രക്തം അന്വേഷിച്ചു. എന്നും കിട്ടിയില്ല കേട്ടോ. കാരണം തിരുവെഴുത്ത് പറയുന്നു, എല്ലാ മനുഷ്യരും പാപികളാ. ആ പാപികളായ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രൻ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്നു. അവിടുന്ന് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. പാപമില്ലാത്ത പരിശുദ്ധനായി ജീവിച്ചു. അവിടുന്ന് ഈ ഭൂമിയിൽ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. തന്റെ അടുക്കൽ വന്ന രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അവൻ എല്ലാവർക്കും ആശ്വാസം നൽകി, വിശക്കുന്നവർക്ക് ആഹാരം നൽകി. യേശുവിന്റെ അടുക്കൽ വന്നവരെയൊക്കെ കർത്താവ് സൗഖ്യമാക്കി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന ഈ പ്രദേശത്തെ മലയാറ്റുമുക്കില് എന്റെ പ്രിയപ്പെട്ട ജനത്തോട് പറയുന്നു, എന്റെ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ കർത്താവ് ഇന്നും നിങ്ങളുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കാൻ ശക്തനാ. യേശു ഈ ഭൂമിയിൽ ജീവിച്ചെന്ന് മാത്രമല്ല, അവിടുത്തെ സമയമായപ്പോ സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് ക്രൂശിൽ മരിക്കാനിടയായി. യേശുക്രിസ്തുവിന്റെ മരണം ഒരു സാധാരണ മരണമല്ല. അത് എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാനുള്ള മരണമായിരുന്നു. പാപവിമോചനത്തിന് വേണ്ടിയുള്ള മരണമായിരുന്നു. അത് യാഗമരണമായിരുന്നു, പകരം മരണമായിരുന്നു. ആ മരണമാണ് ദൈവമുമ്പാകെയുള്ള നമ്മുടെ പാപത്തിന് പരിഹാരം. യേശു ക്രൂശിൽ മരിച്ചു. അവിടുത്തെ ആ രക്തം ധാരധാരയായി നമുക്ക് വേണ്ടി ഒഴുകി. ബൈബിൾ പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഇന്ന് ഞാൻ ഈ മലയാറ്റമുക്കിലുള്ള പ്രിയപ്പെട്ടവരോട് പറയുക, നിങ്ങൾക്കിനി പാപത്തിന് പരിഹാരം വരുത്തുവാൻ, നിങ്ങൾക്ക് നീതീകരിക്കപ്പെടുവാൻ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ നിങ്ങളുടെ നേർച്ചകളുടെയോ കാഴ്ചകളുടെയോ നിങ്ങളുടെ ധൂപങ്ങളുടെയോ ആവശ്യമില്ല. ദൈവപുത്രനായ യേശു കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവിടുത്തെ രക്തം നിങ്ങളുടെ സകല പാപത്തെയും പൊക്കി ശുദ്ധീകരിക്കുന്നതാ. ഇന്ന് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അത് നിങ്ങളുടേതാണെന്ന്, നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുമ്പോൾ അവിടുത്തെ രക്തം നിങ്ങൾക്ക് അവകാശമായി മാറുക, നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരിക. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചെന്ന് മാത്രമല്ല, അവിടുത്തെ ഒരു കല്ലറയിൽ അടക്കി. നമുക്കറിയാം, മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും കല്ലറയിൽ അടക്കും, അല്ലേ? ചിലരെ ദഹിപ്പിച്ചു കളയും. പല രീതിയിലാണ് സംസ്കാര ശുശ്രൂഷ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മരണത്തെ മരിച്ച് അടക്കപ്പെട്ട കർത്താവ് 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. റോമൻ ഗവൺമെന്റിന്റെ അവൻ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട്, അല്ലെ, ആ യേശുക്രിസ്തു മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പത്രോസ് പറയുക, ഞങ്ങൾ ഈ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത് അല്ലെ നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ആരും പറഞ്ഞ കേട്ടുകേൾവിയല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവരുടെ കൂടെ 40 ദിവസം അവൻ ഈ ഭൂമിയിൽ പിന്നെയും ജീവിച്ചു. അവൻ ഒടുവിൽ അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. പോകാൻ നേരം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പോയി സകല സൃഷ്ടിയോട് പോയി പറയണ, ഞാൻ ഈ ഭൂമിയിൽ വന്നു, ഈ ഭൂമിയിൽ വന്ന മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, മരണത്തെ ജയിച്ച് ഞാൻ ഉയർത്തെഴുന്നേറ്റു. അവൻ പോരാ, ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. ഇനി ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഉലകത്തിലെ സകല മനുഷ്യനോട് ഞാനിവിടെ വന്നെന്നും പാപപരിഹാരം വരുത്തിയെന്നും ഈ ജീവന്റെ സുവിശേഷം പറയണം. അതുകൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന് യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യ രക്ഷയുടെ നിത്യ ജീവന്റെ സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മതം ഏതായാലോ, നിങ്ങളുടെ ജാതി ഏതായാലോ, നിങ്ങളുടെ ഏത് കുടുംബത്തിൽപ്പെട്ടവനാണെന്നോ, നിങ്ങളുടെ പേരെന്താണെന്നോ ഞങ്ങൾ ആരും ചോദിക്കുന്നില്ല. അതൊന്നും ദൈവത്തിന്
മുമ്പിൽ വിഷയമല്ല. നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലോ വിശ്വസിക്കുന്നവരാകട്ടെ, ഇന്ന് നിങ്ങൾ ഈ സത്യം വിശ്വസിച്ചാൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തും. നാളിതുവരെയായി നിങ്ങൾ ആശ്രയിച്ചിരുന്ന ഒന്നിനും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നില്ലെങ്കിൽ നസ്രയനായ യേശു പാപപരിഹാരകനാ. ഇന്നിവിടെ നിൽക്കുന്ന സാക്ഷികളെ കണ്ടോ? ഈ പ്രിയപ്പെട്ടവരോട് ചോദിച്ചാൽ ഞങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഒരിക്കൽ ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങൾ ഇതുപോലെ സ്വയപ്രയത്നത്തിലൂടെ രക്ഷ നേടാൻ ആഗ്രഹിച്ചവരാ. നേർച്ചകൾ കാഴ്ചകൾ നടത്തി ദൈവത്തിൽ നിന്ന് രക്ഷ നേടാൻ ആഗ്രഹിച്ചവരാ. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ വ്യർത്ഥമാണെന്ന് മനസ്സിലായി. പാപത്തിന് പരിഹാരം വരണമെങ്കിൽ അല്ലെ, സ്വർഗമഹിമകൾ വെട്ടി ഭൂമിയിൽ വന്ന് പാപികളായി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ച നസ്രയനായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാ പാപപരിഹാരം വരുന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ലെ, ഞങ്ങളെല്ലാം ആ കർത്താവിനെ സ്വീകരിച്ചവരാ. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതിന്റെ പറയുന്ന പേര് മതം മാറ്റമെന്നല്ല കേട്ടോ. ആളുകൾ പറയുന്നത് ക്രിസ്ത്യാനികൾ എല്ലാവരെയും മതം മാറ്റുകയാണെന്ന്. ഞാൻ ഈ വചനം പറയുമ്പോഴും ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും ഇപ്പോൾ ജയിലിലൊക്കെ കിടക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ സത്യസുവിശേഷം വിളിച്ചു പറഞ്ഞതിന് ആളുകളെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം. എൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഞങ്ങൾ ആരുടെയും മതം മാറ്റുന്നവരല്ല. ഒറ്റ കാര്യം, നിങ്ങൾ ഇന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നാളിതുവരെയായി നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചു നിൽക്കുന്ന പാപത്തിന്റെ സ്വഭാവങ്ങളെ, എനിക്കറിയാം മദ്യപാനത്തിന്റെ ആസക്തിയിൽപ്പെട്ട് ഉഴലുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്തൊക്കെ ശ്രമം നടത്തിയിട്ട് മദ്യപാനത്തിൽ മോചനം നേടാൻ കഴിയാത്തവരെ ഞാൻ നിങ്ങളോട് പറയാം. കാരണം എന്താണെന്നറിയാമോ? പാപമാ സുഹൃത്തുക്കളെ. ഈ പാപത്തിന് പരിഹാരം വേണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ നിങ്ങളുടെ ആസക്തികളിൽ നിന്ന് കർത്താവ് നിങ്ങൾക്ക് മോചനം നൽകും. അനേക കുടുംബത്തിനകത്ത് സമാധാനമില്ല, സ്വസ്ഥതയില്ല, അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ വരെ തകർന്നുകൊണ്ടിരിക്കുക. മദ്യവും മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ ഒത്തിരി ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്താ പരിഹാരം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ നിയമം കർക്കശമാക്കിയാൽ ഇതൊക്കെ മാറുമോ? ഇല്ലവേ ഇല്ല. മാറാനൊരു മാർഗം, സകല പ്രശ്നത്തിനും ഒരു പരിഹാരം, മനുഷ്യ ജീവിതത്തിന്റെ സമൂല പ്രശ്നത്തിന് പരിഹാരം. മനുഷ്യൻ നന്നാവാൻ, ഒരു നല്ല അപ്പനാകാൻ, ഒരു നല്ല അമ്മയാകാൻ, ഒരു നല്ല ഭാര്യയാകാൻ, ഒരു നല്ല കുഞ്ഞാകാൻ ഒറ്റ മാർഗം, ഈ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ബൈബിൾ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അവകാശം കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുമൊക്കെ ഈ പാപത്തിൽ വിരാജിച്ച് ജീവിച്ചവരാ. പക്ഷെ ഞങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടുത്തി. ഞങ്ങൾ മദ്യത്തിന് പുറകെ ഓടുന്നവരല്ല, ഞങ്ങൾ പുകവലിക്കുന്നവരല്ല, ഞങ്ങൾ ഈ ലോകത്തിലെ ഒരു അധർമ്മത്തിനും പോകുന്നവരല്ല, ഇവിടെ സമരം നടത്താൻ പോകുന്നവരല്ല പെന്തിക്കോസുകാര്. എന്താ കാരണമെന്നറിയാമോ? ക്രിസ്തു ഞങ്ങളുടെ അകത്ത് നൽകിയ സന്തോഷമാ. ഞങ്ങൾക്ക് സന്തോഷത്തിന് മദ്യം വേണ്ട, ഞങ്ങൾക്ക് സന്തോഷത്തിന് അല്ലെ ഈ ലോകത്തിലുള്ള ഒന്നും വേണ്ട. ഞങ്ങളുടെ അകത്ത് ക്രിസ്തു വന്നപ്പോ കിട്ടിയ സന്തോഷമാ. യേശു ഇങ്ങനെ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അകത്ത് ആ സ്വർഗീയ സമാധാനമുണ്ട്. അതിലെല്ലാം അപ്പുറം ഇന്നിവിടെ വീണ് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന നിത്യജീവന്റെ പ്രതീക്ഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, അതിനപ്പുറത്ത് ഒരു ജീവിതമുണ്ട്. ദൈവത്തെ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പാപത്തിന് നിങ്ങൾ പരിഹാരം വരുത്തിയാൽ, ഞാനൊരു കാര്യം പറയാം, യേശുവിനോടുകൂടെ നിത്യയുഗായുഗം അവൻ സ്വർഗീയ ആ അനുഭവത്തിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുമെന്നാൽ പാപത്തിന് പരിഹാരം വരാതെ നിങ്ങൾ മരിച്ചാൽ ബൈബിൾ പറയുന്നത് നിത്യനാശം എന്ന ശിക്ഷാവധിയിൽ നിങ്ങൾ പോകും. നിങ്ങളുടെ ആത്മാവ് നിത്യദണ്ഡന സ്ഥലത്ത്, നിത്യയാതന സ്ഥലത്ത് കിടക്കേണ്ടി വരും. ഇതൊരു കള്ളമല്ല പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങൾ ഊഹിച്ചു പറഞ്ഞതല്ല, ഇത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ലോകരക്ഷകനായ യേശു ക്രിസ്തുവാ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ വാക്കുകളെ അവസാനിപ്പിക്കുക. ഒറ്റ ചോദ്യം, നിങ്ങൾക്ക് സമാധാനം ആവശ്യമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു സ്വസ്ഥത വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? എല്ലാത്തിലുപരിയായി നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു നിത്യജീവൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഒറ്റ മാർഗം, യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിച്ചേറ്റു പറഞ്ഞാൽ ആ നിമിഷം യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. ദൈവം വസിക്കുന്നത് ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ സ്ഥലത്തല്ല. മതങ്ങൾ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നു, ഞങ്ങൾ ആരുടെയും കുറ്റം പറയുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നത് ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ഈ യേശുവിന് തുറന്നു കൊടുത്താൽ, യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പുണ്യപ്രവൃത്തി കൊണ്ടോ എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടോ എനിക്ക് സ്വർഗത്തിൽ പോകാനോ എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താനോ കഴിയില്ല. പക്ഷെ ദൈവപുത്രനായി അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്ന് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. അവിടുത്തെ രക്തം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് ഇന്ന് വരണമേ. ഞാൻ അങ്ങ് എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് ആരേറ്റു പറയുമോ അവരുടെ ഹൃദയത്തിലേക്ക് യേശു വരും. അവരുടെ ഹൃദയത്തിൽ യേശു വന്നാൽ അവർ ആ സ്വർഗീയ സമാധാനം അനുഭവിക്കും. ഇത് മതം മാറ്റമല്ല, ഇതാ അകത്ത് സംഭവിക്കുന്ന രൂപാന്തരം. അവർ പിന്നെ മദ്യത്തിന് പുറകെ ഓടില്ല, അവർ പിന്നെ ലോകത്തിലെ ഒരു മ്ലേച്ഛതയ്ക്ക് പുറകെ പോകില്ല. അവരെ വിളിക്കുന്ന പേരാണ് ദൈവം മക്കൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദൈവമക്കളായി തീരാൻ ഈ സ്ഥലത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇതുവരെ ഈ സുവിശേഷം ഈ ദേശത്തിലെ നിവാസികളോട് അറിയിച്ച പാസ്റ്റർ ദിനേശ് പത്തനാപുരത്തിനോടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളതു നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മായാതുള്ളത് നിൻ വചനം മാത്രം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്തു വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാലെല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്നെ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്നെ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്നെ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്നെ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും എന്നും മായാതുള്ളത് തിരുവചനം മാത്രം. താങ്ക് യു. എല്ലാരും പോകണം, എല്ലാരും പോകണം, മണ്ണാകും നായ വിട്ട്. വെറും മണ്ണാകും, വെറും മണ്ണാകും നായ വിട്ട്. നാം ഒന്നു ചിന്തിക്കിൽ നാശപുരിയുടെ തീയാണ് കാണുന്നത്, കൊടും തീയാണ് കാണുന്നത്. നാം ഒന്നു ചിന്തിക്കിൽ നാശപുരിയുടെ തീയാണ്
പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത. അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത. പുകവലിച്ചും കള്ളടിച്ചും ഗഞ്ചനടിച്ചും രാത്രിയെല്ലാം ഓടയിൽ കിടന്നും കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത. അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത. പുകവലിച്ചും കള്ളടിച്ചും ഗഞ്ചനടിച്ചും രാത്രിയെല്ലാം ഓടയിൽ കിടന്നും കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. ലെവല് തെറ്റി വീട്ടിൽ വന്ന ഭാര്യയെയും മക്കളെയും തല്ലിച്ചുരയ്ക്കുന്ന സോദര. ലെവല് തെറ്റി വീട്ടിൽ വന്നാൽ ഭാര്യയെയും മക്കളെയും തല്ലിച്ചതയ്ക്കുന്ന സോദര. കാണുന്നതെല്ലാം എറിഞ്ഞുടച്ചും അയൽക്കാരെ എല്ലാം ചീത്ത വിളിച്ചും. കാണുന്നതെല്ലാം എറിഞ്ഞുടച്ചും അയൽക്കാരെ എല്ലാം ചീത്ത വിളിച്ചും. കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. കൊള്ളപ്പലിശയ്ക്ക് ലോണെടുത്തും കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചും. കൊള്ളപ്പലിശയ്ക്ക് ലോണെടുത്തും കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചും. പലിശയും കൂടി മുതലും പോയി, ഇടപ്പാടം നാട്ടുകാർ കൊണ്ടുപോയി. പലിശയും കൂടി മുതലും പോയി, ഇടപ്പാടം നാട്ടുകാർ കൊണ്ടുപോയി. കുട്ടികളെ വഴിയാധാരമാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. കുട്ടികളെ വഴിയാധാരമാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത. അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത. പുകവലിച്ചും കള്ളടിച്ചും ഗഞ്ചനടിച്ചും രാത്രിയെല്ലാം ഓടയിൽ കിടന്നും കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. ഈ ജീവിതം അത് വിലയുള്ളതാ, ഭൂമിയിൽ ജന്മം ലഭിച്ചതും. ഈ ജീവിതം അത് വിലയുള്ളതാ, ഭൂമിയിൽ ജന്മം ലഭിച്ചതും. കാൽവരിയിൽ യേശു യാഗമായതും ദൈവിക പദ്ധതിയാണ് സോദര. പാപങ്ങളേറ്റു ചൊല്ലിയുണഞ്ഞിടുക, യേശുവെ രക്ഷകനായി സ്വീകരിക്കുക. മുഴുപാപവും പോക്കി നിന്നെ ശുദ്ധനാക്കിടും, ഒരു പുത്തൻ ജീവിതം യേശു തന്നിടും. മുഴുപാപവും പോക്കി നിന്നെ ശുദ്ധനാക്കിടും, ഒരു പുത്തൻ ജീവിതം യേശു തന്നിടും. അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത. അന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന കാശെല്ലാം ദൂർത്തടിച്ചു കളയുന്ന സ്നേഹിത. പുകവലിച്ചും കള്ളടിച്ചും ഗഞ്ചനടിച്ചും രാത്രിയെല്ലാം ഓടയിൽ കിടന്നും കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ. കുടുംബം കുട്ടിച്ചോറാക്കല്ലേ, നിന്റെ കുടുംബം കുട്ടിച്ചോറാക്കല്ലേ.
ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനീശു. തീയണയ്ക്കാം എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്ന് തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനീശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്ന് തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താൻ. കൂരിരുളിൽ എന്നും ദീപമായി കൂടെയുണ്ടേ, ആകുലവേളകളിൽ എന്നും ആശ്വാസമേ അവൻ താൻ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരുപ്പി എന്നെ മാറോടു ചേർത്തിടുമേ. കണ്ണീരെല്ലാം അവൻ കുപ്പിയിൽ ശേഖരിക്കും, കണ്ണീരുപ്പി എന്നെ മാറോടു ചേർത്തിടുമേ. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും. പാടിടും ഞാൻ എന്റെ യേശുവിൻ നാമമെന്നും, വാഴ്ത്തിടും ഞാൻ അവൻ നന്മകളെന്നുമെന്നും. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു. ഒന്നുമില്ലേ നാഥ കാഴ്ചയെ നൽകിടുവാൻ തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും. ഒന്നുമില്ലേ നാഥ കാഴ്ചയെ നൽകിടുവാൻ തന്നിടുന്നു എന്റെ ജീവിതം പൂർണ്ണമായും. ഓ ഓ ഓ ഓ ചങ്കാണ് എന്റെ ചങ്കാണെന്റെ യേശു, ചങ്കിലെ ചോര തന്ന് എന്നെ സ്നേഹിച്ചവനീശു. തീയണയ്ക്കാൻ എന്റെ നെഞ്ചിലെ തീയണയ്ക്കാൻ നെഞ്ചു തുറന്ന് തന്ന് എന്നെ വീണ്ടെടുത്തെന്റെ യേശു. ചങ്കാണ് എന്റെ ചങ്കാണ്, ചങ്കാണ് എന്റെ ചങ്കാണെന്റെ 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 യേശു. താങ്ക് യു. ഇത്രയും സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന
എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ ദേശത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായി ഈ സത്യവചനത്തെ അറിയുവാനും വേണ്ടിയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. കൃഷിഭവനിനടുത്തുള്ള AG വെസ്റ്റുകല്ലട സഭയുമായി ബന്ധപ്പെടാം. അവിടെ വെള്ളിയാഴ്ച 11 മണി മുതൽ 1 മണി വരെയും ഞായറാഴ്ച 10 മണി മുതൽ 1 മണി വരെയും ആരാധനയും പ്രാർത്ഥനയും അവിടെ നടക്കുന്നുണ്ട്. അവിടെ ദിനേശ് പത്തനാപുരം പാസ്റ്റർ അവിടെ ഫാമിലിയായി താമസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ ഈ യോഗം ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായി സിസ്റ്റർ റീന ബിജുവിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വൈകിയ സമയത്ത് ഈ മലയാറ്റുമുക്കിൽ ഈ ദേശത്ത് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി ഈ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇങ്ങനൊരു അവസരം കൂടി ജീവിതത്തിൽ ഒരുക്കിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിന് വന്ന് കർത്താവിൻ്റെ സത്യത്തെ ഘോഷിപ്പാൻ തക്കോണം ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ആ ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെ ആഴമായി കർത്താവിനെ മറ്റുള്ളവരോട് പറയുവാനും ഒക്കെ ദൈവം ഇടയാക്കിയ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കഷ്ടത്തിലും ദുഃഖത്തിലും ഭാരത്തിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, ദൈവം അവരോട് ഹൃദയങ്ങളെ കർത്താവ് അറിയുന്നുവല്ലോ. കർത്താവെ, ദൈവം അവർക്കൊരു നിത്യസമാധാനം, ഒരു നിത്യസന്തോഷം അവരുടെ ജീവിതത്തിൽ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏത് ഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ കർത്താവെ അവർ ദൈവത്തെ അറിയുവാൻ, കർത്താവെ ദൈവത്തെ ഒന്ന് സ്തുതിപ്പാൻ, കർത്താവെ അവരുടെ ഹൃദയത്തെ ഒന്ന് കർത്താവിന് ഒരുക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ ദേശത്ത് പറഞ്ഞ ഓരോ വചനങ്ങളും കർത്താവെ അത് കർത്താവെ പ്രയോജനമുള്ളതായി തീരുവാൻ തക്കോണം സ്വർഗ്ഗം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ പറഞ്ഞതും കർത്താവെ, ഹല്ലേലൂയ പറയുന്നതും കർത്താവെ കേൾക്കുന്നവർക്കും അത് കർത്താവെ ഏറ്റവും പ്രയോജനമുള്ളതായി തീരുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ദേശമായി തീരുവാൻ തക്കോണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ദേശത്തൊരു വലിയ വിടുതൽ അനുഭവിപ്പാൻ തക്കോണം ദൈവം സഹായിക്കണം. കർത്താവെ, അനേകർ കർത്താവെ കഷ്ടത്തിലും ദുഃഖത്തിലും ഭാരത്തിലും ആയിരിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിരിക്കുന്നവരുണ്ട്. കർത്താവെ, അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കർത്താവെ ഒരു ജീവിതത്തിൽ ഏറ്റവും പ്രയോജനമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവെ അടികളോട് കൂടെ ഇരിക്കണേ. കർത്താവെ, ഇവിടെ വന്ന് കടന്നു വരുവാനും കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കിയനായി സ്തോത്രം. കടന്നു വന്ന ഞങ്ങളുടെ ടീമിനെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച കർത്താവെ ദാസനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും ദൈവത്തിൻ്റെ കരുത്ത് ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. കർത്താവെ, വീണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവെ കൂടെ ഇരിക്കുമാറാകണം. കർത്താവെ, ഹല്ലേലൂയ ദൈവത്തിൻ്റെ കൃപയെ ഞങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വീണ്ടും ഞങ്ങളെ തന്നെ ദൈവം ഓരോരുത്തർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്മയോടെ ദൈവസന്നിധി ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാതി രാജാവായി യേശുവിനെ എതിരേൽപ്പാൻ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.